എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളാണോ? എങ്കിൽ 2026 നിങ്ങൾക്ക് എങ്ങനെയുള്ള വർഷമായിരിക്കും എന്ന് നോക്കിയാലോ? അതാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 2026 ഒറ്റ വാറ്റിൽ പറഞ്ഞാൽ ഇതൊരു മാറ്റങ്ങളുടെയും അതേപോലെ തന്നെ വലിയ തീരുമാനങ്ങളുടെയും വർഷമാണ്. അതായത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ 2026 നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ കരിയറും പണത്തിൻ്റെ കാര്യങ്ങളും, അതുപോലെ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ കുറച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. അവസാനം ഈ വർഷം മൊത്തത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒരു ടൈം ലൈനും കാണാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യത്തെ സെഷൻ 2026ന്റെ പ്രധാന തീം എന്താണെന്ന് നോക്കാം. അതായത് ഒരു പുതിയ തുടക്കം. അതായത് ഈ വർഷത്തിൻ്റെ പ്രധാന ആശയം ഇതാണ്: പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സമയമാണിത്. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ധൈര്യത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ അതുതന്നെയാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ പോകുന്നത്. പേടിക്കാൻ പാടില്ല. അടുത്തത് ഒരുപക്ഷെ എല്ലാവർക്കും ഏറ്റവും അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും: ജോലിയും പണവും. ഈ രണ്ട് മേഖലകളിലും 2026 എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. കരിയറിന്റെ കാര്യത്തിൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ തയ്യാറായിക്കോളൂ. ജോലി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തൊരു പുതിയ ഫീൽഡിലേക്ക് തന്നെ കാലെടുത്ത് വെക്കാനുള്ള ഒരു അവസരം കിട്ടിയേക്കാം. ഇനി സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല വളർച്ച പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയം വളരെ നിർണായകമാണ്. ആ സമയത്തായിരിക്കും കരിയറിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ഒരു സമ്മിശ്ര ഫലമാണ് കേട്ടോ. അതായത് ഒരു വശത്ത് നിങ്ങളുടെ വരുമാനം കൂടാൻ നല്ല സാധ്യതയുണ്ട്, പക്ഷേ അതേസമയം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ ഒരു കണ്ണ് എപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ ഈ വർഷം പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ തുടക്കം മുതലേ കുറച്ച് ബുദ്ധിപരമായി പണം മാനേജ് ചെയ്യുകയാണെങ്കിൽ വർഷം അവസാനിക്കുമ്പോഴേക്കും സാമ്പത്തികമായി നല്ലൊരു ആശ്വാസം കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ജോലിയുടെയും പണത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി അത്ര തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ പേഴ്സണൽ ലൈഫ്, അല്ലേ? അപ്പോൾ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും 2026 എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ വർഷം കുറച്ച് ഇമോഷണൽ ആയിരിക്കും. വികാരങ്ങൾ കുറച്ച് തീവ്രമാകാൻ സാധ്യതയുണ്ട്. വിവാഹിതരാണെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷേ വിഷമിക്കേണ്ട, തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാകൂ. ഇനി അവിവാഹിതരായവരുടെ കാര്യത്തിൽ ഒരു പ്രധാന ഉപദേശമുണ്ട്: ഒരു തീരുമാനവും തിടുക്കത്തിലെടുക്കരുത്. ഈ വർഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ക്ഷമയായിരിക്കണം, അത് മറക്കരുത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ വർഷം ഒരു കോംപ്രമൈസും പാടില്ല കേട്ടോ. കാരണം ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയം നന്നായി ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്യണം? 1. ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2. ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വേണം. പിന്നെ ചിട്ടയായൊരു ജീവിതശൈലി. ഈ 3 കാര്യങ്ങളും ഈ വർഷം നിങ്ങളുടെ ഒരു രക്ഷാകവചം പോലെ ആയിരിക്കും. ഈ വർഷത്തെ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ ആത്മീയത നിങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല മനഃശാന്തിയും ആത്മവിശ്വാസവും തരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഈ വർഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ നല്ലതാക്കാൻ ഈ 3 കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. 1. അമിതമായി ഇമോഷണൽ ആകുന്നത് ഒഴിവാക്കുക. 2. പെട്ടെന്ന് വരുന്ന ദേഷ്യം, അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പിന്നെ 3-മത്തേത്, ഒരു കാര്യവും ശരിക്കും ആലോചിക്കാതെ എടുത്തുചാടി തീരുമാനിക്കരുത്. ഈ ഒരു സെൽഫ് കൺട്രോൾ അത് ഈ വർഷം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. 2026ൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയാലോ? അതായത് വർഷം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് നല്ല അവസരങ്ങൾ വരുന്നത് എന്നൊക്കെ നമുക്കിതിലൂടെ ഒരു ഐഡിയ കിട്ടും. നോക്കൂ, 2026 തുടങ്ങുന്നത് തന്നെ ഒരു ഗംഭീര സ്റ്റാർട്ടോട് കൂടിയാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പക്ഷേ മാർച്ച് മുതൽ ജൂൺ വരെ ഒന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് കുറച്ച് ജാഗ്രത ആവശ്യമാണ്, പ്രത്യേകിച്ച് കരിയറിലെ തീരുമാനങ്ങളിൽ. എന്നാൽ പേടിക്കേണ്ട, കാരണം ജൂലൈ മുതൽ ഒക്ടോബർ വരെ വീണ്ടും പുരോഗതിയുടെ സമയമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കും. വർഷം അവസാനിക്കുന്നതോ നവംബർ, ഡിസംബർ മാസങ്ങളിൽ ആശ്വാസവും സന്തോഷവും ഒക്കെയായിരിക്കും. അപ്പോൾ ഈ വർഷത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്:
നിങ്ങളുടെ ധൈര്യവും ഒപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകവും ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നാൽ വിജയം ഉറപ്പാണ്. അപ്പോൾ കണ്ടില്ലേ, 2026 വെല്ലുവിളികൾ മാത്രമല്ല, ഒരുപാട് വലിയ അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ആത്യന്തികമായി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വരുന്ന വർഷത്തെ വെല്ലുവിളികളെ വലിയ അവസരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ?